ആഗോളതലത്തിൽ വെള്ളത്തിന്റെ മലിനീകരണം വളരെയധികം കൂടിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ. അപ്പോൾ അതിൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് അതാണല്ലോ നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന്റെ ഒരു ആവശ്യവും. മെയിനായിട്ട് നമുക്ക് വരുന്നത് ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, അതേപോലെ തന്നെ ഹോസ്റ്റൽസ്, ക്യാൻറ്റീൻസ്, കാറ്ററിംഗ് യൂണിറ്റ്, ബേക്കറി യൂണിറ്റുകൾ, ആയുർവേദ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ, ഇങ്ങനത്തെ സെൻ്ററുകൾക്കെല്ലാം, അതായത് വേസ്റ്റ് വാട്ടർ ജനറേഷൻ ഉൾപ്പെടുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ കാർ വാഷിംഗ് യൂണിറ്റ്സിന് തീർച്ചയായിട്ടും കാർ വാഷിംഗ് യൂണിറ്റിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നോർമലി ഹോട്ടലുകളൊക്കെ ആകുമ്പോൾ ഡിഷ് വാഷിംഗ് ഒക്കെ ചെയ്യുമ്പോൾ സോപ്പ് വാട്ടറിന്റെ ഒരു പ്രശ്നം വരും. അത് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും സോപ്പ് വാട്ടർ നമുക്കൊരു ഇഷ്യൂ ആണ്. കൂടുതൽ അളവ് സോപ്പ് നമുക്ക് വരുന്നുണ്ടെങ്കിൽ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് അതിനൊരു സ്പെഷ്യൽ ടാങ്ക് നമുക്കുണ്ട്, സെറ്റിൽമെന്റ് ടാങ്ക് എന്ന് പറയും. ഇത് ആക്ച്വലി ഒരു കോണിക്കൽ ഷേപ്പ് ആയിട്ടുള്ള ഒരു ടാങ്കാണ്. ഓക്കെ. അപ്പോൾ നമ്മളുടെ വെള്ളത്തിനെ ഇൻപുട്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോൾട്ട് റിമൂവ് ചെയ്തിട്ട് വെള്ളത്തിനെ വേണമെങ്കിൽ ഓയിൽ റിമൂവ് ചെയ്ത വെള്ളത്തിനെ നമുക്ക് ഇതിന്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇതിന് ഇൻപുട്ടിൽ കൊടുത്ത ശേഷം ഇതിന്റെ അടിവശം കോണിക്കൽ ഷേപ്പ് ആയിരിക്കും. അപ്പോൾ നമ്മളെ സെറ്റിൽ ചെയ്യാനുള്ള വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സോപ്പ് ഡിസോൾവിന് പുറമെ നമ്മളെ ഈ വേസ്റ്റ് വാട്ടറിൽ സെറ്റ് ചെയ്ത് നീക്കാൻ പറ്റുന്ന ഏതെങ്കിലും തരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ഇത് റിമൂവ് ചെയ്യാൻ പറ്റും. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹോട്ടൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫുഡ് ബിസിനസ്സിന് ഇത് എങ്ങനെയാണ് അത് ഉപയോഗം വരുന്നത്? നമുക്ക് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വരുന്ന ഏത് സാധനമാണെങ്കിലും മെയിൻ ആയിട്ടുള്ള പ്രശ്നം വരുന്നത് എണ്ണയാണ്. അവരുടെ വേസ്റ്റ് വാട്ടറിൽ വരുന്ന എണ്ണ. ആ എണ്ണ നമുക്ക് റിമൂവ് ചെയ്യാനാണ് നമ്മളിവിടെ ഓയിൽ ആൻഡ് സെപ്പർ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ ഓയിലിനെ നമ്മൾ ട്രാപ്പ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതിലൂടെ വെള്ളം കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ വെള്ളത്തിലുണ്ടാവുന്ന ഓയിൽ കണ്ടന്റുകൾ കംപ്ലീറ്റ് ഇതിലേക്ക് ട്രാപ്പ് ആവും. ഇവിടുന്ന് ഔട്ട്പുട്ടിൽ വരുന്ന വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്യുവർലി വേസ്റ്റ് വാട്ടർ മാത്രമായിരിക്കും. അപ്പോൾ എണ്ണ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന വേസ്റ്റ് വാട്ടറിനെ നമുക്ക് ഈ ഒരു അനറോബിക് ചാമ്പർ ഇട്ടിട്ട് വേസ്റ്റിനെ റിമൂവ് ചെയ്ത് അവർക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് അവരുടെ വേസ്റ്റ് വാട്ടറിനെ മാനേജ് ചെയ്യാൻ പറ്റും. വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് അവർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഓയിലും എണ്ണയും വരുന്ന ഏത് സ്ഥലത്തും, ഈവൻ കാർ വാഷിംഗ് യൂണിറ്റുകൾ, അവരുടെ കാർ വാഷ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഓയിൽ കണ്ടന്റുകൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ബാക്കി ആയുർവേദ തിരുമൽ കേന്ദ്രങ്ങൾ, അവർക്കും എണ്ണ പ്രശ്നമായിരിക്കും അവർ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ എണ്ണ വരുന്ന ഏത് സ്ഥലത്തും അവരുടെ വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റിന് നമുക്ക് ഈ സാധനം വെച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് ഇപ്പോൾ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ക്യാൻറ്റീനിലുണ്ട്. അവർ 1000-3000 കുട്ടികൾ ക്യാൻറ്റീനിൽ വരുന്ന സ്ഥലങ്ങൾ കഴിക്കാം. അതുപോലെ തന്നെ കാറ്ററിംഗ് യൂണിറ്റ്, ബേക്കിംഗ് യൂണിറ്റുകൾ, ബേക്കിംഗ് ബേക്കറികൾക്ക് കൊടുക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കുന്ന ബൾക്കായിട്ട് ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾക്ക് അവർക്കെല്ലാം യൂസ് ചെയ്യാം. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഒതുങ്ങുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ കേരളത്തിൽ എവിടെയായിരുന്നാലും അത് എത്തിച്ചു തരാനും ഇൻസ്റ്റാൾ ചെയ്ത് തരാനും വർഷയ്ക്ക് പറ്റുന്നതായിരിക്കും.